സമയം രാത്രി 9 മണി കഴിഞ്ഞിരിക്കുന്നു. പുറത്ത് നല്ല മയക്കാറുണ്ട്. തൻ്റെ റൂമിലിരുന്ന് ഓഫീസ് ഫയലുകൾ തീർത്ത ശേഷം രുദ്രൻ ഒന്ന് ഫ്രഷായി താഴേക്ക് വന്നു. ഡൈനിങ് ടേബിളിനരികിലെത്തിയപ്പോൾ അവനൊന്ന് നിന്നു. അവിടെ മീരയെ കണ്ടില്ല. സാധാരണ അവൻ വരുമ്പോഴേക്കും വിളമ്പി കൊടുക്കാൻ അവൾ അവിടെ ഉണ്ടാകാറുള്ളതാണ്. ഇതെന്താ, അവൾ ഇതുവരെ എണീറ്റില്ലേ? അവൻ സ്വയം പിറുപിറുത്തു. കിച്ചണിൽ നിന്നും ചപ്പാത്തി പാത്രമായി വന്ന ശാന്തേച്ചിയോട് രുദ്രൻ അല്പം നീരസത്തിൽ ചോദിച്ചു, ചേച്ചി, മീര എവിടെ? അവൾ ഇതുവരെ എണീറ്റില്ലേ? ഇല്ല മോനെ, വൈകുന്നേരത്തിന് ശേഷം മീരമോളെ അധികം പുറത്തേക്കൊന്നും കണ്ടിട്ടില്ല. എല്ലാവരും നേരത്തെ ഭക്ഷണം കഴിച്ച് കിടന്നിരുന്നു. ശാന്തേച്ചി പരുങ്ങലോടെ മറുപടി നൽകി. അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ നേരത്ത് മീര അങ്ങോട്ടേക്ക് വന്നത്. മുഖം അല്പം വാടിയിരുന്നെങ്കിലും അവൾ പതിയവന് ഭക്ഷണം വിളമ്പിക്കൊടുത്തു. എന്നാൽ ചപ്പാത്തി പാത്രത്തിലേക്ക് കൈ നീട്ടിയപ്പോഴാണ് രുദ്രൻ്റെ കണ്ണുകൾ അവളുടെ കയ്യിലുടക്കിയത്. അവളുടെ വെളുത്ത കൈത്തണ്ടിൽ വിരലുകൾ പോലെ ചുവന്ന് തടിച്ച പാടുകൾ. ഇതെന്ത് പറ്റിയതാ? എന്താ നിന്റെ കയ്യിൽ? രുദ്രൻ ഗൗരവത്തിൽ ചോദിച്ചു. മീര ഒന്ന് പതറി. അവൾ കൈകൾ പിന്നിലേക്ക് ഒളിപ്പിക്കാൻ ശ്രമിച്ചു. അതൊന്നുമില്ല, അറിയാതെ പറ്റിയതാ. നിന്നോടാ ഞാൻ ചോദിച്ചത്, ആര് ചെയ്തതാണിതെന്ന്. രുദ്രൻ കസേരയിൽ നിന്നും എഴുന്നേറ്റു. അവൻ്റെ ദേഷ്യം കണ്ടതും ശാന്തേച്ചി ഭയത്തോടെ അരികിലേക്ക് വന്നു. അത് കുഞ്ഞെ, ചെറിയമ്മ. ശാന്തേച്ചി പാതിയിൽ നിർത്തി. ചെറിയമ്മ എന്തു ചെയ്തു? രുദ്രൻ്റെ കണ്ണുകൾ കനൽ ജ്വലിച്ചു. മീരമോൾ കിച്ചണിൽ ചപ്പാത്തി ചുടുകയായിരുന്നു. അപ്പോഴാണ് ചെറിയമ്മ അങ്ങോട്ടേക്ക് വന്നത്. എന്തോ കാര്യത്തിന് അവർ തമ്മിൽ തർക്കമുണ്ടായി. ദേഷ്യം വന്ന ചെറിയമ്മ അടുപ്പിലിരുന്ന പഴുത്ത ചട്ടകമെടുത്ത് മോളുടെ കയ്യിൽ അമർത്തി വെച്ചു. പാവം കുട്ടി ഒന്ന് കരയാൻ പോലും ആവാതെ തളർന്നു പോയി. ഞാൻ കുറച്ച് പേസ്റ്റൊക്കെ തേച്ച് കൊടുത്തു, പക്ഷെ പൊള്ളൽ കുറയുന്നില്ലായിരുന്നു. ശാന്തേച്ചി വിതുമ്പലോടെ പറഞ്ഞു തീർത്തു. രുദ്രൻ്റെ ഉള്ളിൽ ദേഷ്യം അണപ്പൊട്ടിയൊഴുകി. അവൻ മീരയുടെ കൈ ബലമായി പിടിച്ചു. വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നീ എന്താ, എന്നെ ആദ്യമായിട്ടാണോ കാണുന്നത്? ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ടും നീ എന്നോട് പറയാതെ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു ഇതുവരെ? അവൻ അവളോട് ഉച്ചത്തിൽ ശകാരിച്ചു കൊണ്ട് ചോദിച്ചു. മീര ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു. ആ കണ്ണുകളിലെ സങ്കടം കണ്ടപ്പോൾ രുദ്രൻ്റെ ദേഷ്യം തണുത്തു. പകരം അവിടെ കരുതൽ നിറഞ്ഞു. വേഗം പോയി ഡ്രസ്സ് മാറ്റുക, നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം. വേണ്ട രുദ്രേട്ടാ, ഇത് സാരമില്ല. എന്നോട് വാക്ക് തർക്കത്തിന് നിൽക്കാതെ പറഞ്ഞത് ചെയ്യടി. അവൻ്റെ ശാസനയ്ക്ക് മുന്നിൽ അവൾക്ക് അനുസരിക്കേണ്ടി വന്നു. ഹോസ്പിറ്റലിലെത്തി ഡോക്ടർമാരെ കണ്ട് മുറിവ് ഡ്രസ്സും ചെയ്തു മരുന്നും വാങ്ങി അവർ തിരികെ വീട്ടിലെത്തി. കാറിൽ നിന്നിറങ്ങി രുദ്രൻ്റെ ഭാവം മാറിയിരുന്നു. അവൻ നേരെ പോയത് ചെറിയമ്മയുടെ മുറിയിലേക്കാണ്. ഉറക്കത്തിലായിരുന്ന അവൻ രുദ്രൻ്റെ വരവ് കണ്ട് ഞെട്ടിയെഴുന്നേറ്റു. ചെറിയമ്മക്ക് എന്താ വിചാരം? ഈ വീട്ടിൽ ആർക്കും ചോദിക്കാനും പറയാനും ആരുമില്ലെന്നാണ്. അവൻ്റെ ശബ്ദം വീടിൻ്റെ ചുവരുകളിൽ പ്രതിധ്വനിച്ചു കേട്ടു. അത് രുദ്ര, അവൾ എന്നോട് മറുപടി പറഞ്ഞു. അതുകൊണ്ടാ ഞാനൊന്ന്. അവർ വിക്കിക്കൊണ്ട് പറഞ്ഞു. മറുപടി പറഞ്ഞാൽ കൈ പൊള്ളിക്കുമെന്നാണ്. ഇനി ഒരിക്കൽ കൂടി മീരയുടെ മേൽ നിങ്ങളുടെ കൈ ഉയർന്നാൽ രുദ്രൻ ആരാണെന്ന് നിങ്ങളറിയും. ഇത് എൻ്റെ അവസാനത്തെ മുന്നറിയിപ്പാണ്. രുദ്രൻ്റെ രൗദ്രഭാവം കണ്ട് ചെറിയമ്മ ഭയന്ന് വിറച്ചു പോയി. ഹാളിൽ നിന്നിരുന്ന മീര തൻ്റെ മുറിവിൻ്റെ കൈയിലേക്ക് നോക്കി. വേദനിക്കുന്നുണ്ടെങ്കിലും തനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ടെന്ന തിരിച്ചറിവ് അവളുടെ ഉള്ളിൽ ഒരു കുളിർമയായി പടർന്നു. പ്രഭയുടെ ഉള്ളിൽ വീണ്ടും അമർഷം പുകഞ്ഞു. രുദ്രൻ്റെ ഓരോ വാക്കുകളും അവളുടെ നെഞ്ചിൽ തറക്കുന്നുണ്ടായിരുന്നു. ഇവൻ എന്തൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത്? മീരയെ അവൻ വെറുമൊരു പെണ്ണായല്ല, തൻ്റെ ജീവിത പങ്കാളിയായി തന്നെ അംഗീകരിച്ചു തുടങ്ങിയോ ഇത്രയും ദിവസത്തിനുള്ളിൽ തന്നെ? അതോ തകർന്നു നിൽക്കുന്ന ഒരു പെണ്ണിനോട് തോന്നുന്ന ഒരു മാനുഷിക പരിഗണന മാത്രമാണോ ഇത്? സംശയത്തിൻ്റെ വിത്തുകൾ പ്രഭയുടെ മനസ്സിൽ മുള പൊട്ടിയിരുന്നു. അപ്പോഴേക്കും ആ ചിന്തകൾ അവരെ വല്ലാതെ അസ്വസ്ഥതയാക്കിക്കൊണ്ടേയിരുന്നു. രുദ്രൻ ചെറിയമ്മയുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മീര തൻ്റെ റൂമിലേക്ക് പോകാൻ തുടങ്ങുന്നത് കണ്ടത്. അവൻ അവളുടെ ചുവടുകൾ തടഞ്ഞു. നീ എങ്ങോട്ടായി പോകുന്നത്? അപ്രതീക്ഷിതമായ ചോദ്യത്തിൽ മുന്നിൽ മീര ഒന്ന് പകച്ചു നിന്നു. നീ വല്ലതും കഴിച്ചോ? അവൻ്റെ ശബ്ദത്തിൽ അധികാരിത മീര ഒന്ന് ശ്രദ്ധിച്ചു. അവൾ പതുക്കെ തല താഴ്ത്തി വിറയലോടെ മറുപടി നൽകി. ഇല്ല. എങ്കിൽ വാ, എൻ്റെ കൂടെ വന്ന് വല്ലതും കഴിച്ചിട്ട് കിടന്നാൽ മതി. അതൊരു അപേക്ഷയായിരുന്നില്ല, മറിച്ച് അനുസരിക്കപ്പെടേണ്ട ഒരു കൽപ്പനയായിരുന്നു.
അവൻ്റെ വാക്കുകളിലെ ഗാംഭീര്യം മീരയെ നിശബ്ദയാക്കി. അവർ ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോൾ ശ്യാമും അവിടെയുണ്ടായിരുന്നു. രുദ്രനും മീരയും ഒരേ മേശയ്ക്ക് ഇരുപുറവും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നത് അവൻ കൗതുകത്തോടെ നോക്കി നിന്നു. കൈത്തണ്ടയിലെ ആഴത്തിലുള്ള അപാട് ഹോസ്പിറ്റലിൽ നിന്നും കിട്ടിയിരുന്നതിനാൽ മീരയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വല്ലാതെ പ്രയാസം അനുഭവപ്പെട്ടു. ഇടതു കൈ കൊണ്ട് കഴിക്കാൻ ശ്രമിക്കുന്ന അവളുടെ അസ്വസ്ഥത രുദ്രൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ സകല നിയന്ത്രണങ്ങളും മാറ്റിവെച്ച് രുദ്രൻ ആ പ്ലേറ്റ് തൻ്റെ അടുത്തേക്ക് നീക്കിവെച്ചു. അവൻ ആഹാരം ഉരുളകളാക്കി അവൾക്ക് നേരെ നീട്ടി. വായ തുറക്കടി. വിശ്വസിക്കാനാവാതെ മീര അവനെ നോക്കി. അവൻ്റെ വിരലുകൾ അവളുടെ ചുണ്ടിൽ തൊട്ടുരുമ്മി. നാവിൽ സ്പർശിച്ച നിമിഷം രണ്ടുപേരുടെയും ഒരു വൈദ്യുത തരംഗം പാഞ്ഞുപോയി. കാലം അവിടെ നിശ്ചലമായതുപോലെ തോന്നി. രുദ്രൻ്റെ കണ്ണുകൾ അവളുടെ മിഴികൾ തറഞ്ഞു നിന്നു. ആ നോട്ടത്തിൽ പ്രണയമായിരുന്നോ അതോ തിരിച്ചറിയപ്പെടാനാത്ത മറ്റെന്തോ വികാരമാണോ? ദൂരെ മാറി നിന്ന് ശ്യാം ഈ കാഴ്ചകൾ ഓരോന്നും ഇമവെട്ടാതെ നോക്കിയിരിക്കുകയാണ്. തൻ്റെ കർക്കശക്കാരനായ ഏട്ടൻ്റെ ഉള്ളിൽ മീരയോട് സ്നേഹം മുള പൊട്ടിയിട്ടുണ്ടോ എന്നവൻ ആരായുകയാണ്. അവൻ്റെ നോട്ടം ഒരു ചാണക്യനെ പോലെ സസൂക്ഷ്മം അവരുടെ പിന്നാലെ തന്നെയായിരുന്നു. നിശബ്ദമായ ആ നിമിഷങ്ങളിലെ ഓരോ ചലനവും അവൻ തൻ്റെ മനക്കണ്ണാൽ വിശകലനം ചെയ്തു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് മീര പതുക്കെ തൻ്റെ മുറിയിലേക്ക് നടന്നു. രുദ്രൻ ഒന്നും മിണ്ടാതെ തൻ്റെ മുറിയിലേക്ക് തന്നെ മടങ്ങി. രുദ്രൻ തൻ്റെ മുറിയിൽ കട്ടിലിൽ കിടന്നിട്ട് 1 മണിക്കൂർ ഒന്നായി. പക്ഷെ ഉറക്കം അവനെ കണ്ണുകളെ തഴുകാൻ കൂട്ടാക്കുന്നില്ല. ജനാലയ്ക്ക് പുറത്തേക്ക് ഇരുളിലേക്ക് നോക്കിക്കിടക്കുമ്പോഴും അവൻ മനസ്സിൽ മീരയുടെ മുഖമായിരുന്നു. ആ കണ്ണുകളിൽ കണ്ട ഭയവും വേദനയും നിസ്സഹായതയും അവൻ്റെ ഉള്ളിൽ ഒരു നീറ്റലായി പടർന്നു. അവസാനം കിടക്കയിൽ നിന്നും എഴുന്നേറ്റവൻ പുറത്തേക്ക് നടന്നു. ലക്ഷ്യം മീരയുടെ മുറിയായിരുന്നു. അടച്ചിടാത്ത ആ മുറിയുടെ വാതിൽ അവൻ മെല്ലെ തള്ളി തുറന്നു. അകത്തേക്ക് കയറിയപ്പോഴാണ് അവൻ ആ സത്യം വീണ്ടും ഓർത്തത്. ആ റൂമിൽ ഒരു കട്ടിൽ പോലുമില്ല. തറയിൽ ഒരു മൂലയിൽ വിരിച്ച പഴയൊരു പായിൽ അവൾ ചുരുണ്ടുകൂടി കിടക്കുന്നു. ജാനകിയമ്മ കൊടുത്ത ആ പായ മാത്രമാണ് ഈ വലിയ വീട്ടിൽ അവൾക്ക് സ്വന്തമായുള്ള ഏക ആശ്വാസം. അവളുടെ അടുത്തുനിന്നും നേർത്ത തേങ്ങലുകൾ ഉയരുന്നുണ്ടായിരുന്നു. അപ്പോഴും അർദ്ധമയക്കത്തിൽ അവൾ തൻ്റെ അച്ഛനെയും അമ്മയെയും വിളിച്ച് കരയുകയാണ്. രുദ്രൻ പതുക്കെ അവളുടെ അരികിൽ മുട്ടുകുത്തിയിരുന്നു. അവളുടെ നെറ്റിയിൽ കൈവച്ചതും അവൻ ഞെട്ടിപ്പോയി. അവളുടെ ശരീരം തീക്കനൽ പോലെ പൊള്ളുന്നു. അവൻ പരിഭ്രമത്തോടെ അവളുടെ കഴുത്തിലും മുഖത്തും തൊട്ടുനോക്കി. പനിയുടെ ആധിക്യത്താൽ അവൾ വിറക്കുന്നുണ്ടായിരുന്നു. മീരെ, മീരെ. അവൻ അവളെ തട്ടി വിളിച്ചു. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം, എഴുന്നേൽക്ക്. വേണ്ട. വളരെ അവശതയോടെ അവൾ മറുപടി നൽകി. ബോധത്തിനും അബോധാവസ്ഥയ്ക്കും ഇടയിലുള്ള ആ നിമിഷത്തിൽ തണുത്തു വിറക്കുന്ന തൻ്റെ ശരീരം ചൂട് തോന്നിയെന്നോണം അവൾ രുദ്രൻ്റെ നെഞ്ചിലേക്ക് ഒതുങ്ങിക്കൂടി. അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ വിറക്കുന്ന ശബ്ദത്തിൽ പുലമ്പിക്കൊണ്ടേയിരുന്നു. എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ പൊയ്ക്കോളാം. എൻ്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ ഞാൻ പൊയ്ക്കോളാം. അവളുടെ ആ വാക്കുകൾ രുദ്രൻ്റെ ഹൃദയത്തിൽ ഒരു ഈർച്ചവാൾ പോലെ തറച്ചു. താൻ കാരണമാണ് അവൾ ഇത്രയും അനുഭവിച്ചതെന്ന തിരിച്ചറിവ് അവനെ വല്ലാതെ വേദനിപ്പിച്ചു. കഠിനമായ തൻ്റെ മനസ്സിൽ അവളോടുള്ള പ്രണയവും അതിലേറെ കുറ്റബോധവും നിറയുന്നത് അവൻ അറിഞ്ഞു. ആ തണുത്ത രാത്രിയിൽ പനിച്ചു വിറക്കുന്ന മീരയെ അവൻ തൻ്റെ നെഞ്ചോട് ചേർത്ത് മുറുകെ പിടിച്ചു.